അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖ്വീമുൽ ലിസാൻ സബക്ക് 16. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. വഇദാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ, അൻ തുവദ്ദിഅൽ ഫിഅലൽ ലാസിമ, ലാസിമായ ഫിഅലിനെ മുതദ്ദിയാക്കലിനെ നീ ഉദ്ദേശിച്ചാൽ, അദ്ഖൽതൽ അലിഫ ഫി അവ്വലിഹി, അതിൻ്റെ തുടക്കത്തിൽ അലിഫിനെ നീ പ്രവേശിപ്പിച്ചോ. ഇപ്പം നസല എന്താ ലാസിമായ ഫീലാണല്ലോ, ഇറങ്ങിയെന്നല്ലേ, അതിൻ്റെ തുടക്കത്തിൽ അലിഫിനെ കൊടുക്കുക. അപ്പോൾ അൻസല ഇറക്കിയെന്നായി, അതാ പറയുന്നത്. ഫഖുൽത നീ പറഞ്ഞോ, ഫി ഫഅല, ഫഅലയിൽ നീ പറഞ്ഞോ, അഫ്അല, അഫ്അല എന്ന് നീ പറഞ്ഞോ. അവി തസ്തീദ ഫി ഔസതിഹി, അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ശബ്ദിനെ നീ പ്രവേശിപ്പിച്ചോ. ഫഖുൽത നീ പറഞ്ഞോ, ഫി ഫഅല, ഫഅലിൽ നീ പറഞ്ഞോ, ഫഅല, ഫഅല എന്ന് നീ പറഞ്ഞോ. ബി തസ്തീദിൽ ഐനി, ഐനെ ശബ്ദം കൊടുത്തുകൊണ്ട്. ഇപ്പം നസലയാണ് ഇറങ്ങി, നസ്സല ഇറക്കി. അവിൽ ബാ ഫി ആഖിരിഹി, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ബാഇനെ നീ പ്രവേശിപ്പിച്ചോ. ഫഖുൽത നീ പറഞ്ഞോ, ഫി ഫഅല, ഫഅലയിൽ നീ പറഞ്ഞോ, ഫഅല ബിഹി, ഫഅല ബിഹി എന്ന് നീ പറഞ്ഞോ. ഹി എന്ന് പറഞ്ഞാൽ ബാഇനൊരു മജ്റൂർ കൊടുത്ത ഉദാഹരണം കൊടുത്താണ്. അപ്പോൾ നസലയാണെങ്കിലോ, നസല ബിഹി, മനസ്സിലായോ? അപ്പോൾ ലാസിമായ ഫീലിനെ മുതഅദ്ദിയാക്കാൻ 3 രൂപ. ഒന്ന് തുടക്കത്തിൽ ഹംസ കൊടുക്കുക, അല്ലെങ്കിൽ ഐൻഫീനെ എത്തിപ്പിക്കുക, ശബ്ദം കൊടുക്കുക. അവസാനം അല്ലെങ്കിൽ ഫീലിന് ശേഷം എന്തൊരു ബാ കൊണ്ടുവരിക. ഈ 3 രൂപത്തിൽ ലാസിമായ ഫീലിനെ മുതഅദ്ദിയാക്കാം. ഇനി ഓരോ ഉദാഹരണം നോക്കുക. പൽ മുതഅദ്ദി ബിൽ അലിഫി, അലിഫ് കൊണ്ടുള്ള മുതഅദ്ദിക്ക് ഉദാഹരണം നഹു ഖൗലി തആല, അല്ലാഹു തആല ഖൗല് പോലെയാണ്. എന്താ ഖൗല്? അൻസല അല അബ്ദിഹിൽ കിതാബ, അൻസല ഇറക്കിലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി, അല അബ്ദിഹി തൻ്റെ അടിമയുടെ മേൽ എന്തിനെ? അൽ കിതാബ, കിതാബിനെ ഇറക്കി. അവിടെ ഇപ്പം നസലയാണെങ്കിൽ കിതാബ് മഫ്ഊലില്ലായിരുന്നു, അൻസലയോട് എന്തായി? കിതാബ് മഫ്ഊലുണ്ടായി. കണ്ടോ? അപ്പോൾ മുതഅദ്ദിയാണല്ലോ. അപ്പോൾ തസ്തീദി, തസ്തീദ് കൊണ്ടുള്ള മുതഅദ്ദിക്ക് ഉദാഹരണം നസ്സല അലൈക്കൽ കിതാബ, കണ്ടോ? നസ്സല ഇറക്കി, അലൈക്ക താങ്കളുടെ മേൽ, അൽ കിതാബ് കിതാബിനെ ഇറക്കി. വബിൽ ബാഇ, ബാ കൊണ്ടുള്ള മുതഅദ്ദിക്ക് ഉദാഹരണം നസല ബിഹി റൂഹുൽ അമീൻ, നസല ബിഹി ആ ഖുർആനിനെ ഇറക്കി, റൂഹുൽ അമീൻ, റൂഹുൽ അമീനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി. വറുബ്ബമ ചിലപ്പോൾ തദ്ഖുലു ആദിൽ ബാഉ, ഈ ബാവ് പ്രവേശിക്കും, ഫിൽ ഫിഅലിൽ മുതഅദ്ദി, മുതഅദ്ദിയായ ഫിഅലിൽ പ്രവേശിക്കും. ഓൾറെഡി മുതഅദ്ദിയായ ഫീലാണ്, എന്നാൽ പോലും ചിലപ്പോൾ ബാവ് പ്രവേശിക്കും. അപ്പോൾ ബാ എന്താകും? ഒരു മുതഅദ്ദിയായ ഫീല്, പിന്നെ ബാ കൊടുക്കേണ്ട ആവശ്യമാണ്. ബാ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുതഅദ്ദിയാക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ഓൾറെഡി മുതഅദ്ദിയായ ഫീലിൽ ബാവിനെ കൊണ്ടുവരും. അപ്പോൾ ഫതക്കൂനു, ആ ഭാഗാവും സായിദത്തൻ, സായിദിയായി മാറും. അപ്പോൾ ഉള്ള ഭാഗം എന്താവും? സായിദിയാവും. ഉദാഹരണം നോക്കുക. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുൽഖൂ ബി ഐദീകും ഇലൽ തഹ്ലുക, അല്ലേ? വലാ തുൽഖൂ, അൽക യുൽഖിയ ഫീല് മുതഅദ്ദിയായ ഫീലാണ്. വലാ തുൽഖൂ, നിങ്ങൾ ഇടരുത്, ബി ഐദീക്കും, നിങ്ങളുടെ കരങ്ങളെ, ഐദിയക്കും എന്ന് പറയുന്ന ബോസ് ബി ഐദീക്കും എന്ന് പറഞ്ഞു, ബാവയുടെ സായിദിയാണ്. ഇലൽ തഹ്ലുക, വിനാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ ഇടരുത്. അവിടെ ആ ബാ എന്താണ്? സായിദിയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.